നമസ്കാരം. മൺമറഞ്ഞ കലാകാരൻ കൊല്ലം സുധിയുടെ കുടുംബത്തിലെ തർക്കങ്ങൾ പുതിയ തലത്തിലേക്ക്. സുധിയുടെ മകൻ ഉയർത്തിയ ആരോപണങ്ങൾക്ക് പിന്നാലെ സുധിയുടെ രണ്ടാം ഭാര്യ രേണുവിനെതിരെ രൂക്ഷ വിമർശനവുമായി ഫിറോസ് KHDEC രംഗത്തെത്തിയിരിക്കുകയാണ്. വികാരാധീനയായി രേണു പങ്കുവച്ച വീഡിയോയ്ക്ക് മറുപടിയായി ഇതും വെറും നാടകമാണെന്നും കിച്ചുവിന് ഇനിയും ഭീകരമായ സത്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട് എന്നുമാണ് ഫിറോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കൊല്ലം സുധിയുടെ വിയോഗത്തിന് ശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തിനായി സുമനസ്സുകൾ ചേർന്ന് നിർമ്മിച്ചു നൽകിയ വീടിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ ഒടുങ്ങുന്നില്ല. സുധിയുടെ ആദ്യ വിവാഹത്തിലെ മകൻ കിച്ചു താൻ ആ വീട്ടിൽ നേരിടുന്ന അവഗണനയെക്കുറിച്ച് സംസാരിച്ച വീഡിയോ വൈറലായതോടെയാണ് പ്രശ്നങ്ങൾ പരസ്യമായത്. കിച്ചുവിന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ രേണു സുധിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. ഇതിൽ മനം നൊന്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് താൻ ആത്മഹത്യയുടെ വക്കീലാണെന്ന് രേണു വീഡിയോയിലൂടെ അറിയിച്ചു. എന്നാൽ ഈ വീഡിയോ പങ്കുവച്ചുകൊണ്ട് ഫിറോസ് KHDEC നടത്തിയ പ്രതികരണം ഏറെ ഗൗരവമേറിയതാണ്. ഞങ്ങളുടെ ഒരു പൊട്ട തീരുമാനമായിരുന്നു ഇവർക്കൊരു വീട് നൽകുക എന്നത്. ചീത്തപ്പേരും സമാധാനക്കേടും മാത്രമാണ് ഉണ്ടായത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കിച്ചുവിന് പറയാനുണ്ട്. അതുവരെ പറഞ്ഞതല്ല പറയാനുള്ളത് അതിഭീകരം. ഇവരുടെ ഈ കരച്ചിൽ പോലും വെറും നാടകീയതയാണ്. വീട് നിർമ്മിച്ചു നൽകിയ സംഘടനയുടെ തലവൻ എന്ന നിലയിൽ താൻ അനുഭവിച്ച മാനസിക വിഷമങ്ങളും ഫിറോസ് തുറന്നു പറയുന്നു. പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നതും സൗഹൃദങ്ങൾ നഷ്ടമായതും അദ്ദേഹം പോസ്റ്റിൽ വിവരിക്കുന്നുണ്ട്. സുധിയുടെ മക്കൾക്ക് അവകാശപ്പെട്ട വീട്ടിൽ രേണുവിന്റെ ബന്ധുക്കൾ അധികാരം സ്ഥാപിക്കുന്നുവെന്ന ആരോപണം ശരിവെക്കുന്ന തരത്തിലാണ് ഫിറോസിന്റെ വാക്കുകൾ. കിച്ചുവിന്റെ മറുപടി പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള വീഡിയോയുമായി രേണു സുധി രംഗത്ത് വരികയായിരുന്നു. ഈ വീഡിയോ പങ്കുവച്ചായിരുന്നു ഫിറോസിന്റെ പ്രതികരണം. ഞങ്ങളുടെ ഒരു പൊട്ട തീരുമാനമായിരുന്നു ഇവരുടെ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും ഒരു വീട് നൽകുക എന്നത്. അതുകൊണ്ട് എന്ത് നേടിയെന്ന് ആർക്കും മുന്നറിയില്ല. ചീത്തപ്പേര് കിട്ടി, മനസ്സമാധാനം പോയി, വർക്കുകൾ കുറഞ്ഞു, കുറെ പേർ കളിയാക്കി, കുറെ പേർ തെറി വിളിക്കുന്നു, 1-2 തവണ പരാതിക്കാരായി പോലീസ് സ്റ്റേഷനിൽ കയറി. ഒരുപാട് സൗഹൃദങ്ങൾ ചാമ്പലായി പോയി. ഫാമിലി ലൈഫിലെ സ്വസ്ഥത വരെ പോയി. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കിച്ചുവിന് പറയാനുണ്ട്. ഇതുവരെ പറഞ്ഞതല്ല പറയാനുള്ളതാണ് അതിഭീകരം. ഇവരുടെ ഈ കരച്ചിൽ പോലും വെറും നാടകീയതയാണ്. ഇടയ്ക്ക് അഭിനയിക്കുന്ന കഥാപാത്രങ്ങളിലെ ചില നിമിഷങ്ങൾ മാത്രമാണിതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് ഫിറോസ് ഫേസ്ബുക്കിൽ കുറിച്ചത്. കിച്ചു സുധിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ മറുപടിയുമായി രേണു സുധി രംഗത്ത് വരികയായിരുന്നു. സുധിയുടെ മൃതദേഹം കൊണ്ടുവരാൻ താൻ പോയിട്ടില്ലെന്നും മരണവാർത്ത അറിഞ്ഞ നിമിഷം വീട്ടിൽ തളർന്നു കിടക്കുകയായിരുന്നുവെന്നുമാണ് രേണു പറഞ്ഞത്. എന്റെ മനുഷ്യരെ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? സുധി ചേട്ടൻ മരിച്ചു കിടന്നപ്പോൾ ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിച്ചെന്നു. നിങ്ങൾക്ക് നാണമാകുന്നില്ലേ? നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? സുധി ചേട്ടൻ മരിച്ച അടക്കുന്നത് വരെ ഒന്നും കഴിച്ചിട്ടില്ല. കിച്ചു എന്തോ തന്നപ്പോഴാണ് ഞാൻ കുറച്ച് വെള്ളം ഇറക്കുന്നത്. അന്നത്തെ ദിവസം പച്ചവെള്ളം കുടിച്ചിട്ടില്ല. സുധിച്ചേട്ടന്റെ മൃതശരീരം കൊണ്ടുവരുവാൻ പോയിട്ടില്ല. ചേട്ടൻ മരിച്ച് പിറ്റേ ദിവസമാണ് അദ്ദേഹത്തെ കാണുന്നത്. അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. ഞാൻ അവിടെ തളർന്നു കിടക്കുകയായിരുന്നു. നിങ്ങൾ എന്തിനാണ് കള്ളത്തരം പറയുന്നത്? ചേട്ടന്റെ മൃതശരീരം കൊണ്ടുവരുവാൻ ഞാൻ പോയിട്ടില്ല. എന്ത് കാര്യമായിട്ടും സത്യം പറഞ്ഞ് സംസാരിക്കൂ. ഈ പ്രശ്നങ്ങൾക്കെല്ലാം മൂലകാരണം എന്താണെന്ന് ചിന്തിക്കൂ. അപ്പോഴാണ് ഒരു വീഡിയോ കണ്ടത്. നിരവധി പെൺകുട്ടികളെയും ആൺകുട്ടികളെയും തകർക്കുന്ന സ്ത്രീ, പ്രത്യേകിച്ച് എന്നെ ലക്ഷ്യം കരുവാക്കുന്ന സ്ത്രീ. നിങ്ങളിൽ പലരും അത് കണ്ടു കാണും. അത് കണ്ടപ്പോൾ എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായി. മാനിപ്പുലേറ്റിംഗ് എല്ലാം നടന്നിട്ടുണ്ട്. എനിക്ക് ഒന്നും പറയാനില്ല. എനിക്ക് ആരോടും പിണക്കവും പരിഭവങ്ങളുമില്ല. ഞാൻ എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഇവിടെയും ഒന്നും തീരത്തില്ല. അറിയുന്നവർക്ക് അറിയാം. ഞാനും ഒരുപാട് അനുഭവിച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ചേട്ടനുള്ളപ്പോഴും ഇല്ലാത്ത സമയത്തും എല്ലാവർക്കും എന്റെ കുറ്റം കാണാനാണ് നേരം. അന്ന് എനിക്ക് 24 വയസ്സ്. അന്ന് 11 വയസ്സുള്ള കുട്ടിയുടെ അമ്മയായി പൂർണ്ണമായും ഞാൻ മാറിയിരുന്നു. അതാരും ഓർക്കുന്നില്ല. ഇന്നുവരെ കൈകൊണ്ട് ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെ ഉപദ്രവിച്ചവരും ഉണ്ടെന്ന കഥകൾ ചേട്ടന്റെ വായിൽ നിന്ന് തന്നെ കേട്ടിട്ടുണ്ട്. ഞാൻ ഇന്നേവരെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് എന്നെ കുറ്റപ്പെടുന്നതെന്ന് എനിക്കറിയില്ല. ഫേസ്ബുക്കിലെ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആരാണ് എവിടെയാണ് പ്രശ്നമുണ്ടാക്കിയതെന്ന്. എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്ന ഒരുപാട് നല്ല ആളുകളുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം. എന്റെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം വരെ എന്നെ കോണ്ടാക്ട് ചെയ്തു. ആവശ്യമുള്ളത് ഞാൻ കൊടുത്തിട്ടുള്ള അമ്മയാണ് ഞാൻ. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. സുധിച്ചേട്ടൻ വരുന്നതിന് മുൻപും ശേഷവുമുള്ള എന്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊന്നും തീരില്ല. എന്നെ കൊണ്ട് അതൊന്ന് പറയിപ്പിക്കരുത് പ്ലീസ്. ഇതായിരുന്നു രേണു സുധിയുടെ വാക്കുകൾ. ഇതിന് പിന്നാലെയാണ് ഫിറോസ് രംഗത്ത് വന്നതും. കിച്ചുവിന്റെ വെളിപ്പെടുത്തലുകൾ വരും ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്യുമെന്ന് ഉറപ്പാണ്. മൺമറഞ്ഞ ഒരു കലാകാരന്റെ മക്കൾക്ക് ലഭിക്കേണ്ട തണൽ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ആരാധകരും സുഹൃത്തുക്കളും.